അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 21-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മൻ അതല്ല ആരാണ്, ഹാദല്ലദീ യർസുഖുക്കും നിങ്ങൾക്ക് വിഭവം നൽകുന്നവനായി, ഇൻ അംസക്ക അവൻ അള്ളാഹു പിടിച്ചു വെച്ചാൽ, റിസ്ഖഹു അവൻ്റെ വിഭവം, ബൽ എന്നാൽ ലജ്ജു അവർ ആണ്ടുപൂണ്ടു പോയിരിക്കുന്നു, ഫി ഉതുവ്വിൻ ധിക്കാരത്തിലും, വനുഫൂർ പകയിലും. അള്ളാഹു അവൻ്റെ പ്രൊട്ടക്ഷൻ സംരക്ഷണം പിൻവലിച്ചാൽ നിങ്ങൾക്ക് ആരാണുള്ളത് എന്ന ചോദ്യത്തിന് ശേഷം അവൻ ഉപജീവന വഴി പിൻവലിച്ചാൽ നിങ്ങൾക്ക് ആരാണ് ഉപജീവനത്തിന് വഴിയൊരുക്കുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അമ്മൻ ഹാദ അതല്ല ആരാണ് എന്ന ചോദ്യം അല്ലാഹുവല്ലാത്ത എല്ലാറ്റിൻ്റെയും നിസ്സാരതയെ സൂചിപ്പിക്കുന്ന ചോദ്യമാണ്. പ്രപഞ്ചത്തിലെ ഒന്നിനും സ്വയം നിലനിൽപ്പില്ല, കഴിവില്ല. മനുഷ്യൻ്റെ ശ്വാസവും അവൻ്റെ ജീവനും ജീവിതവും എല്ലാമെല്ലാം അള്ളാഹു നൽകിയതാണ്. അള്ളാഹു പിൻവലിച്ചാൽ അത് നൽകാൻ കഴിയുന്ന ആരുമില്ല. മനുഷ്യൻ സമ്പൂർണമായും പരാശ്രയ ജീവിയാണ്. ഒരു തുള്ളി വെള്ളം മുതൽ അവിടെ നിന്നങ്ങോട്ട് ഓരോന്നിനും അവൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതുണ്ട്, പലതിനെയും ആശ്രയിക്കേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ വിഭവത്തെ പിടിച്ചു വെച്ചാൽ നിങ്ങൾക്കാരാണ് തരിക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വിഭവം ഭൗതിക വിഭവങ്ങളിൽപ്പെട്ട ആഹാരം, മഴ എല്ലാം ഉൾപ്പെടും. ആത്മീയ വിഭവങ്ങളിൽപ്പെട്ട ഖുർആനും സന്മാർഗവും ഉൾപ്പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. വിഭവം എന്നത്, റിസ്ഖ് എന്നത് ഭക്ഷണം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നു. അതിൽ ബുദ്ധി ഉൾപ്പെടും, ആരോഗ്യം ഉൾപ്പെടും, സമ്പത്ത് ഉൾപ്പെടും, എല്ലാം ഉൾപ്പെടും. കഴിക്കാനുള്ള ആരോഗ്യവും അത് ദഹിപ്പിക്കാനുള്ള ശക്തിയും ആ ഭക്ഷണത്തിൽ നിന്ന് ഊർജം വലിച്ചെടുക്കാനുള്ള ശാരീരികമായ കഴിവും എല്ലാം അള്ളാഹു നൽകിയതാണ്. തനിക്കുള്ളതെല്ലാം അള്ളാഹു തന്നതാണ് എന്ന് കരുതുന്ന ഒരു മനുഷ്യൻ വിനയാന്വിതനാവുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയുമാണ് ചെയ്യുക. മനുഷ്യൻ അവൻ്റെ ചെറുതും വലുതുമായ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന എല്ലാം അള്ളാഹു നൽകിയ റോ മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കുന്നവയാണ്. എന്ത് തന്നെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിലും ജലചക്രവും പ്രകാശ സംശ്ലേഷണവും കൃത്യമായി ഉണ്ടാകണം. വാട്ടർ സൈക്കിളും ഫോട്ടോസിന്തസിസും. അതാണ് ഭൂമിയിൽ ജീവനും ഉപജീവനവും നിലനിൽക്കാൻ ഇടയാക്കുന്നത്. അത് അള്ളാഹു മാത്രമാണ് നിയന്ത്രിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ സമതുലിതാവസ്ഥ തെറ്റിയാൽ മനുഷ്യന് കൃത്രിമമായി ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. മണ്ണ്, വായു, വെള്ളം, സൂര്യപ്രകാശം എല്ലാം വേണ്ട അളവിൽ അള്ളാഹു സംവിധാനിച്ചാലേ എന്തും ഈ മണ്ണിൽ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിനും സമർപ്പിത പ്രവർത്തനത്തിനും വിഭവലഭ്യതയിൽ നല്ല പങ്കുണ്ടെങ്കിലും യഥാർത്ഥ വിഭവദാതാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇന്ന് പലരും പലതിനും കീഴടങ്ങുന്നതും പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാകുന്നതും റിസ്ഖിന് വേണ്ടിയാണ്, വിഭവത്തിന് വേണ്ടിയാണ്. ഉപജീവനം തടയുമെന്ന ഭയത്താൽ പല അധാർമികതകൾക്കും കൂട്ടുനിൽക്കുന്നവരുമുണ്ട്. കൃത്യമായി അള്ളാഹു പറയുന്നത് അവനാണെല്ലാം നൽകുന്നത്, മറ്റാർക്കും അത് തടയാൻ കഴിയില്ല അവൻ നൽകുകയാണെങ്കിൽ. അതിനാൽ തന്നെ ഉപജീവനത്തിന് വേണ്ടി ഒരു തിന്മക്കും കൂട്ടുനിൽക്കേണ്ടതില്ല എന്നാണ്. ബല്ലജ്ജു സത്യനിഷേധികൾ ആണ്ടുപൂണ്ടുപോയിരിക്കുന്നു, ഫി ഉതുവ്വി മനുഫൂർ ധിക്കാരത്തിലും പകയിലും. തെറ്റ് ബോധ്യപ്പെട്ടിട്ടും നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കലാണ് ലജ്ജു. എന്നാൽ അന്ധമായി തെറ്റിൽ വാശി പിടിച്ച് മുന്നോട്ട് പോകലാണ്
ലജ്ജു എന്നാൽ നുവ്വിലും നുഫൂറിലുമാണ് അവർ ലജ്ജു ആണ്ടുപോയത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതിരുവിടലും ധിക്കാരവും അഹങ്കാരവും സത്യത്തിന് മുന്നിൽ തലകുനിക്കാൻ വിസമ്മതിക്കലും സത്യത്തിന് കീഴടങ്ങൽ അന്തസ്സിന് കുറവാണ് എന്ന തോന്നലുമെല്ലാമാണ് ഉത്തുവ്. നുഫൂർ എന്നാൽ മൃഗങ്ങൾ പലതിനെയും കണ്ട് ഭയന്നോടുന്നത് പോലെ സത്യത്തിൽ നിന്ന് വെറുപ്പോടെ ഓടി അകലലാണ്. ഹുമുറും മുസ്തംഫിറ ഫറത്ത് മിൻ ഖസ്വറ, സിംഹത്തെ കണ്ടപ്പോൾ വിരണ്ടോടിയ കഴുതകളെപ്പോലെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സത്യത്തിൽ നിന്ന് അങ്ങനെ വെറുപ്പോടെ ഓടി അകലലാണ് സത്യനിഷേധികളുടെ സ്വഭാവം. ധിക്കാരത്തിൽ ആണ്ട് പൂണ്ടു പോകലാണ് സത്യനിഷേധികളുടെ സ്വഭാവം. എല്ലാം നൽകുന്ന റബ്ബിന് കീഴൊതുങ്ങി നല്ല വ്യക്തികളായി ജീവിക്കാനല്ല അവർ തീരുമാനിക്കുന്നത്. അത്തരം ആളുകൾക്കൊക്കെ അള്ളാഹു അവൻ്റെ വിഭവങ്ങൾ തടയാൻ തീരുമാനിച്ചാൽ, ആർക്ക് തടയാൻ തീരുമാനിച്ചാലും അത് നൽകാൻ ആരുണ്ട് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം കൃത്യവും വ്യക്തവുമാണ്: ആരുമില്ല. റബ്ബ് തന്നെയാണ് നൽകുന്നത്, റബ്ബ് തന്നെയാണ് നിയന്ത്രിക്കുന്നത്, റബ്ബ് തന്നെയാണ് തടയുന്നതും. അതിനാൽ ആ റബ്ബിന് കീഴൊതുങ്ങി നല്ല വ്യക്തികളായി ജീവിക്കുകയും അവൻ്റെ സംരക്ഷണവും അവൻ്റെ വിഭവവും നിരന്തരം തേടുകയും ലഭിച്ചതിൽ നന്ദി കാണിക്കുകയും വിനയത്തോടെ മുന്നോട്ട് പോവുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.